ശിവായ. ശ്രീ നീലകണ്ഠ തീർത്ഥപാദസ്വാമികളുടെ പരശിവത്തിലെ അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് നാം കടക്കുകയാണ്. അരുളാണ് ഐശ്വര്യം, അരുളാണ് ശിവം എന്ന് വ്യക്തമാക്കുന്ന ഒരു ശ്ലോകമാണ് ഇത്. നോക്കൂ, അരുളാകണം ഐശ്വര്യം മഹസ് അരുകായ്വനകതാരിലൊരിക്കലും ഒരു വേള പിഴക്കില്ല പരമ്പൊരുളും അത് ചേർന്നിടണമേ. പരമ്പൊരുളായ അരുളിൽ ഞാൻ ചേർന്നിടണമേ. ശിവകൃപ എന്നിലേക്ക് ഒഴുകിയെത്തണമേ. ശിവകൃപ തന്നെയാണ് ഐശ്വര്യം, ഈശ്വരൻ. ശിവകൃപ തന്നെയാണ് സത്യത്തിൽ മഹസ്, തേജസ്. അപ്പോൾ ശിവ തേജസ് എന്നിൽ പ്രകാശിക്കണമേ എന്നാണ് പറയുന്നത്. അരുൾ പെരും ജ്യോതി, അരുൾ പെരും ജ്യോതി, തനിപ്പെരും കരുണൈ അരുൾ പെരും ജ്യോതി എന്ന് വള്ളലാർ പാടുന്നു. അതുതന്നെയാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥവും. അരുൾ പെരും ജ്യോതി, അരുൾ പെരും ജ്യോതി, തനിപ്പെരും കരുണ. അതാണ് അരുൾ പെരും ജ്യോതി. അപ്പോൾ തൻ്റെ ഹൃദയത്തിൽ അകതാരിൽ അരുളാകുന്ന മഹസ്, അരുളാകുന്ന പ്രകാശം, അരുളാകുന്ന ശിവജ്യോതി എപ്പോഴും തെളിഞ്ഞ് പ്രകാശിക്കുകയും അങ്ങനെ ഞാൻ പൊരുളിലേക്ക് എത്തിച്ചേരട്ടെ, ശിവപ്പൊരുളിലേക്ക് എൻ്റെ ഹൃദയം എത്തിച്ചേരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അരുളിനാണ്. ശിവകൃപ, ശിവകൃപ എന്ന് വെച്ചാൽ ഗുരുകൃപ തന്നെയാണ്. ഗുരുവും ശിവനും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഗുരുകൃപ എന്ന് വയ്ക്കുമ്പോൾ ഈ ശിവകൃപയെക്കുറിച്ചിട്ടാണ് ഇവിടെ നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ നമ്മളോട് പറയുന്നത്. കൃപ ഉണ്ടായിക, കൃപ ഹൃദയത്തിൽ പ്രകാശിക്കുക, ഒരു ജ്യോതിസായി, ശിവജ്യോതിസായി നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുക. അപ്പോൾ ഈ ശിവജ്യോതിസിനെ കാണാൻ കഴിയുക എന്നുള്ളത് വളരെ വലിയ ഒരു അനുഭവമാണ്. അത് ശരിക്കും ശിവപ്പൊരുളിനെ തന്നെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. ജ്യോതിയുടെ പ്രകാശം, ജ്യോതിയുടെ മഹസ് നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞ് കാണാൻ കഴിയണം. അത് എപ്പോഴാണ്? അരുളുണ്ടാകുമ്പോഴാണ് ഈ ശിവജ്യോതിസ് നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞ് കാണുക. വള്ളലാർ എപ്പോഴും പാടുന്നത് അരുൾ പെരും ജ്യോതിയെക്കുറിച്ചിട്ടാണ്. അരുൾ പെരും ജ്യോതി, അരുളാകുന്ന പെരുംജ്യോതിയിൽ ലയിച്ചു ചേരാൻ, താൻ തന്നെ ജ്യോതിയായി മാറുന്ന അവസ്ഥ. വള്ളലാറുടെ ജീവിതത്തിൻ്റെ അവസാനം അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം പിന്നെ കാണാനുണ്ടായിരുന്നില്ല. പെരും ജ്യോതിയെ, അരുൾ പെരും ജ്യോതിയെ അദ്ദേഹത്തിൻ്റെ ശരീരം മാറുന്ന കാഴ്ച, അതായത് അദ്ദേഹം പിന്നെ അപ്രത്യക്ഷനായി എന്നാണ് പറയുന്നത്. അതായത് ജ്യോതിസായി ഇന്നും നമ്മുടെ ഇടയിൽ കഴിയുന്നു. ഈ ജ്യോതിസിനെ സാക്ഷാത്കരിക്കുക, ഈ ജ്യോതിസിനെ ഹൃദയത്തിൽ കാണാൻ കഴിയുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ശിവതത്വം. അപ്പോൾ നാം ഇവിടെ ശിവതത്വത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. എന്താണ് ശിവതത്വം? നമുക്ക് അരുൾ പെരും ജ്യോതിയെ ദർശിക്കാൻ കഴിയുക, അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുക, ജ്യോതിസായി തന്നെ മാറുക, പ്രകാശമായി തന്നെ മാറുക. പ്രകാശം എന്ന് വെച്ചാൽ ശിവജ്യോതിയാണ്. ശിവജ്യോതിസ് നമ്മിൽ പ്രകാശിക്കുമ്പോൾ നാം സാക്ഷാൽ ശിവനായി മാറുന്നു, ശിവതത്വം നമ്മിൽ പ്രകാശിക്കുന്നു എന്നാണ് അർത്ഥം. ജ്യോതിസിനെ കാണാൻ കഴിയുക എന്ന് വെച്ചാൽ ശിവതത്വം നമ്മിൽ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ശിവതത്വം നമ്മിൽ പ്രകാശിക്കുന്നിടത്തോളം കാലം നാം സാക്ഷാൽ ശിവനാണ്.
നന്ദീശ്വരനായ ശിവനാണ് നമ്മൾ എന്ന അവസ്ഥ നമുക്ക് അനുഭൂതമായി തീരും. ഇത് തന്നെ ഒഴിവിലൊടുക്കത്തിൽ വിശദീകരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. അതിലെ ചില ശ്ലോകങ്ങൾ അർത്ഥത്തിലേക്ക് മാത്രമേ ഞാൻ കടക്കുന്നുള്ളൂ. ഒഴിവിലൊടുക്കത്തിൽ പറയുന്ന ചില ഭാഗങ്ങൾ ഈ സത്യം വെളിപ്പെടുത്തുന്നതാണ്. എല്ലാ അനുഭവങ്ങളും സ്വപ്നം പോലെ മിഥ്യയാണ് എന്നറിയുന്ന ജ്ഞാനികൾ അതും കടന്ന് പരമാവസ്ഥ പോകുന്നു. അപ്പോൾ എല്ലാം സ്വപ്നമാണെന്ന് മനസ്സിലാക്കിയ ഒരു സാധകൻ അവസാനം പരമാവസ്ഥയായ ഈ അരുൾപ്പെരും ജ്യോതിയിലെത്തിച്ചേരുന്നു. അവർ നിത്യാനന്ദമറിയുന്നു. സാപേക്ഷവും നിരപേക്ഷവുമായ അനുഭവങ്ങളെ അതിവർത്തിക്കുന്ന അരുളിനെയാണ് അറിയേണ്ടത്. അപ്പോൾ അരുളിനെയാണ് നാം അറിയേണ്ടത്. അരുൾ ജ്യോതിയെയാണ് നാം സാക്ഷാത്കരിക്കേണ്ടത്. അതാണ് ശിവതത്വം. അപ്പോൾ കണ്ണുടയ വള്ളലാർ ഈ ഒഴിവിലൊടുക്കത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ അരുൾ പെരുഞ്ജ്യോതിയാണ് ശിവതത്വം. എന്നിട്ട് അദ്ദേഹം ഒഴിവിലൊടുക്കത്തിൽ പിന്നെ അത് വിവരിക്കുന്നുണ്ട്. കാരണവും കാര്യവും അടങ്ങിയ ദ്വന്ദ്വാതീത നിലയാണ് ശിവം. ഗുരുവരുളാലതറിയണം. ജീവാത്മബോധത്തെ ഉണ്ടാക്കി ശിവബോധത്തിന് സമർപ്പിക്കണം. അപ്പോൾ എല്ലാ ജീവബോധവും ശിവബോധത്തിൽ നമ്മൾ സമർപ്പിക്കണം. അപ്പോൾ പഞ്ചഭൂതാത്മകമായ ശരീരത്തെ അരുൾ സങ്കല്പത്തോടെ അനുഭവിച്ചാൽ ഒഴിയാതെ ഒടുങ്ങാൻ കഴിയും. തൃത്വം അടങ്ങുമ്പോൾ കാലവും അടങ്ങുന്നു. അതാണ് ശിവയോഗം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒഴിവിലൊടുക്കത്തിലെ അവസാനത്തെ ചില ഭാഗങ്ങളോട് നോക്കാം. സകലവും കേവലവും, അതായത് അറിവിനറിവ് മറികടക്കുന്നതാണ് അതീതം. അതീതത്തിലെത്താൻ വേണ്ടി ജീവബോധം ഉപയോഗിച്ചാൽ അത് ഗുരുവിന് ബുദ്ധിമുട്ടുണ്ടാകും. ജ്ഞാനമാർഗത്തിലൂടെയാണ് മുന്നേറേണ്ടത്. അപ്പോൾ ജ്ഞാനമാർഗത്തിലൂടെയാണ് ഈ അരുൾപ്പെരുഞ്ജ്യോതി നമ്മിൽ പ്രകാശിക്കുകയുള്ളൂ. മറ്റ് മാർഗങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠം ജ്ഞാനമാർഗമാണ്. ഇല്ലെങ്കിൽ അത് ഗുരുവിന് ജീവബോധം വച്ച് നാം മുന്നേറിയാൽ അത് ഗുരുവിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് പറയുന്നത്. അതൊക്കെ നിഗൂഢമായ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഗുരുവിനൊരിക്കലും ദുഃഖമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഗുരുവിന് കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടി നാം ജ്ഞാനമാർഗം സ്വീകരിക്കണമെന്നാണ് ഇവിടെ ഒഴിവിലൊടുക്കത്തിൽ പറയുന്നത്. ജ്ഞാനമാർഗത്തിലൂടെയാണ് മുന്നേറേണ്ടത്. അറിവാണ് അറിവിലേക്കുള്ള വഴി. ലൗകിക വാസനയാണ് അതിന് തടസ്സം. ഗുരുവിൻ്റെ അരുൾമൊഴികൾ അനുസരിക്കുകയാണെങ്കിൽ ജന്മസാഫല്യമുണ്ടാകുമെന്ന് സദ്ഗുരു യഥാർത്ഥ ശിഷ്യനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു എന്നാണ് ഒഴിവിലൊടുക്കത്തിൽ കണ്ണുടയ വള്ളലാർ ഇത് വിശദീകരിക്കുന്നത്. അപ്പോൾ ഗുരുവരുളാണ് ഏറ്റവും പ്രധാനം. ഗുരുവരുളിലൂടെ തന്നെ നമുക്ക് ശിവജ്യോതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. നാം തന്നെ ശിവജ്യോതിയായിട്ട്, അരുൾപ്പെരും ജ്യോതിയായിട്ട് തീരും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം വള്ളലാരാണ്. വള്ളലാരുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും പരിശോധിച്ചാൽ, അരുൾപ്പെരും ജ്യോതി എന്ന് പറഞ്ഞൊരു കൃതി തന്നെയുണ്ട്. അതിൽ ഈ അരുൾപ്പെരും ജ്യോതിയുടെ ദർശനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് അനുഭൂതി തരംഗങ്ങളോടെ വള്ളലാർ വിവരിക്കുന്നുണ്ട്. നമുക്കത് പിന്നീട് ഒരു ദിവസം അതിനെക്കുറിച്ച് പറയാം. ഓം ശിവായ നമഃ.